ഹലോ എവരിവൺ, നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ സ്ക്വയർസ് അഥവാ വർഗ്ഗങ്ങൾ വെറും 15 മിനിറ്റ്സ് അല്ലെങ്കിൽ മാക്സിമം 20 മിനിറ്റ്സ് ഞാൻ പഠിപ്പിച്ചു തരാം. ഈ വീഡിയോ കാണാം, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ കമന്റ് ചെയ്യുക, ഫ്രണ്ട്സൊക്കെ ഷെയർ ചെയ്യുക. അടിപൊളിയായിട്ട് പഠിപ്പിച്ചു തരാം. നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ ചാപ്റ്റർ. ഫസ്റ്റ് ചാപ്റ്റർ ഇസ് ദ ഈസിയസ്റ്റ് സിംപിളസ്റ്റ് ചാപ്റ്റർ. ഓക്കെ, കുറച്ച് നേരത്തെ കൊണ്ട് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും. നോക്കിയേ, സ്ക്വയേഴ്സ് അഥവാ വർഗ്ഗങ്ങൾ ഏറ്റവും സിംപിളസ്റ്റ് ചാപ്റ്റർ ആണ്. എല്ലാ എക്സാമിനും 1-2 കുഞ്ഞു ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. വളരെ സിമ്പിളാണ്. ഓക്കെ മക്കളെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വാട്ട് ഈസ് എ സ്ക്വയർ. 1ന്റെ സ്ക്വയർ, 1ന്റെ മണ്ടയ്ക്ക് 2 എഴുതിയാൽ എന്താ ഉദ്ദേശിക്കുന്നത്? 1നെ 2 തവണ മൾട്ടിപ്ലൈ ആണ് 1. 2ന്റെ സ്ക്വയർ, 2നെ 2 തവണ മൾട്ടിപ്ലൈ ചെയ്യുക, വിച്ച് ഈസ് 4. 3ന്റെ സ്ക്വയർ എന്ന് പറയും. 3ന്റെ വർഗ്ഗം എന്താണ്? 3 × 3 9. ഓക്കെ, 4ന്റെ സ്ക്വയർ 4 × 4 16. അപ്പോൾ ഈ റൈറ്റിൽ കാണുന്ന ഈ നമ്പേഴ്സ് ആണ് സ്ക്വയേഴ്സ്. ഓക്കെ, ഇവരെ ശരിക്കും പറഞ്ഞാൽ സ്ക്വയേഴ്സ് എന്ന് വിളിക്കും, വർഗ്ഗങ്ങൾ എന്ന് വിളിക്കും. അഥവാ കുറച്ചുകൂടി ബെറ്റർ പേര് എന്താണ് മക്കളെ? പെർഫെക്റ്റ് സ്ക്വയേഴ്സ്. പെർഫെക്റ്റ് സ്ക്വയേഴ്സ് അഥവാ പൂർണ്ണവർഗ്ഗങ്ങൾ. പൂർണ്ണവർഗ്ഗങ്ങൾ. ഓക്കെ, കാരണം 1ന്റെ സ്ക്വയർ 1, 2ന്റെ സ്ക്വയർ 4, 3 സ്ക്വയർ, ഇതെന്താ? നാച്ചുറൽ നമ്പേഴ്സ്, നമ്മുടെ എണ്ണൽ സംഖ്യയുടെ സ്ക്വയറുകളാണ്. ഇനി ഈ ചാപ്റ്ററിൽ ഇതൊക്കെ നിങ്ങൾക്ക് നേരത്തെ അറിയാം. ഈ ചാപ്റ്ററിൽ നമുക്ക് എന്താ പഠിക്കാനുള്ളത്? പെർഫെക്റ്റ് സ്ക്വയേഴ്സ്, പിന്നെ ഫ്രാക്ഷൻസ് അഥവാ ഡെസിമൽസിന്റെ സ്ക്വയേഴ്സ്, പിന്നെ സ്പ്ലിറ്റ് ചെയ്തിട്ട് a+b² ഇത്ര പഠിക്കാനുള്ളൂ. ഒരു സ്ക്വയർ കണ്ടുപിടിക്കാൻ ട്രിക്ക് ഞാൻ പറയാം. റെക്ടാംഗിൾ മെത്തേഡ് നിങ്ങൾ പണ്ട് പഠിച്ചിട്ടുണ്ട്. ഫ്രാക്ഷനോ ഡെസിമലിലോ സ്ക്വയർ കണ്ടുപിടിക്കാൻ ഈസി. പിന്നെന്താണ്? ഈ നമ്പേഴ്സ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഈ ഫോർമുല ഉപയോഗിച്ച് കണ്ടുപിടിക്കും, അല്ലെങ്കിൽ പെട്ടി ഉപയോഗിച്ച് കണ്ടുപിടിക്കും. അത്രേ ഉള്ളൂ. അതിൻ്റെ ക്വസ്റ്റ്യൻസ് വരാൻ പോകുന്നത്. വിത്ത് ക്വസ്റ്റ്യൻസ്, വിത്ത് എക്സാമ്പിൾസ് എല്ലാം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. മകളെ, സ്ക്വയർ അഥവാ സമചതുരം അല്ലെങ്കിൽ എന്താ വർഗ്ഗങ്ങൾ എന്ന് പറയുന്നത് 1, 4, 9, 16. അടുത്ത സ്ക്വയർ നമ്പർ എന്താ മക്കളെ? ഇവൻ 1 സ്ക്വയർ, ഇത് 2 സ്ക്വയർ, 3 സ്ക്വയർ, 3 × 3, 4 സ്ക്വയർ, 5 സ്ക്വയർ എത്ര? 5 × 5 25, 6 സ്ക്വയർ 6 × 6 36, 7 സ്ക്വയർ 7 × 7 49. അങ്ങനെ നിങ്ങൾക്ക് അറിയാം, 100 വരെ അതിനെക്കാട്ടൊക്കെ അറിയാമല്ലോ. ഓക്കെ, സ്ക്വയർ പൂർണ്ണവർഗ്ഗങ്ങൾ. അപ്പോൾ ഇവരെ നമ്മൾ പെർഫെക്റ്റ് സ്ക്വയർ എന്നൊക്കെ വിളിക്കും. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം. നിങ്ങൾ 20 വരെയുള്ള സ്ക്വയർ ഒന്ന് അറിഞ്ഞിരിക്കുന്നതാണ് നല്ലത്. ഓക്കെ, 10 വരെ എന്താണെങ്കിലും അറിയണം. വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, 20 വരെ പറ്റുമെങ്കിൽ സൂപ്പർ. ഓക്കെ, പറ്റാണ് നിങ്ങൾ അതും പഠിക്കാം. ഇനി നമ്മുടെ മെയിൻ പരിപാടി എന്താ ചാപ്റ്ററിൽ? ഇപ്പോൾ ഇവിടെ നോക്കിയേ, 11ന്റെ സ്ക്വയർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നോക്കിയേ ഇവരെന്താ ചെയ്യുന്നത്? ഈ 11 സ്ക്വയർ ചിലർ ബൈ ഹാർട്ട് പഠിച്ചവർക്കറിയാം, സാർ 121. പക്ഷെ നോക്കിയേ, ഈ 11നെ ഇവർ 10 + 1 ആയിട്ട് മുറിച്ചു. 10 + 1 ആയിട്ട് മുറിച്ചു. ഇവിടെ 10 + 1, ഇവിടെയും 10 + 1 അല്ലേ? എന്നിട്ട് ആൻസർ കിട്ടി 121. നമുക്ക് ആ മെത്തേഡ് പഠിക്കാം. ആ മെത്തേഡ് എക്സാമിന് ചോദിക്കും. ഇത് സാർ ഭയങ്കര ഈസിയാണ്, എനിക്ക് പഠിക്കേണ്ടെന്ന് പറഞ്ഞാൽ പോരുത്. നമുക്ക് എല്ലാവർക്കും അറിയാം. നോക്കിയേ, മെത്തേഡ് വളരെ സിമ്പിളെന്ന് നോക്കിയേ. ഞാൻ പറയാണ് 12ന്റെ സ്ക്വയർ കണ്ടുപിടിക്കാം. നമ്മൾ 12നെ 2 നമ്പറായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. നമുക്ക് ഇഷ്ടമുള്ള ഒരു നമ്പർ എന്താ? 12ന്റെ അടുത്ത് നമുക്ക് ഇഷ്ടമുള്ള നമ്പർ എന്താ? 10 10 10 10. 10ഉം 2ഉം 10 + 2 ആണല്ലോ 12 സ്ക്വയർ അല്ലേ? 10 + 2. അപ്പോൾ എത്രയാ? ഇവിടെ 10 എന്ന് എഴുതുന്നു, ഇവിടെ 2 എന്ന് എഴുതുന്നു, ഇവിടെ 10 എന്ന് എഴുതുന്നു, 2 എഴുതുന്നു. 10 + 2 12. ഓക്കെ, ഈ ബോക്സിൽ എന്താ ചെയ്യുക? 10 × 10. ഈ ബോക്സിന് മേലെ സൈഡിലുള്ള നമ്പേഴ്സ് മൾട്ടിപ്ലൈ 100. ഈ നമ്പർ എന്താ? 2 × 10 2 × 10 20. ഇവിടെ എത്രയാ? 10ഉം 2ഉം മൾട്ടിപ്ലൈ ചെയ്യുക 20. ഇവിടെ ഈ 2ഉം ഈ 2ഉം മൾട്ടിപ്ലൈ ചെയ്യുക 4. ഓക്കെ, ഇനി എല്ലാവരും ആഡ് ചെയ്യണം. എല്ലാവരും ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ വേറൊരു പെട്ടി വരച്ചിട്ട് ആഡ് ചെയ്ത് നോക്കിയേ. ഇവരെന്താണ് ആഡ് ചെയ്തത്? 100ഉം 20ഉം ആഡ് ചെയ്താൽ 120. ഇവർ 20ഉം 4ഉം ആഡ് ചെയ്താൽ 24. മക്കളെ, ഗ്രാൻഡ് ടോട്ടൽ എത്ര? 120ഉം 24ഉം കൂടുമ്പോൾ 144. കിട്ടിപ്പോയി. ആൻസർ ഇസ് 144. ഓക്കെ, ഈ മെത്തേഡ് ഇങ്ങനെ തന്നെ പഠിച്ചു. കാരണം ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് പോലെ ചോദിക്കും. ഓക്കെ, ഇതും ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് പോലെ ചോദിക്കും. ഇനി ഒരു ട്രിക്ക് നോട്ട് ചെയ്തോ. ഈ സാധനം ഇവിടെ ഉള്ളതും നോക്കിയാൽ ഈ നമ്പറും എപ്പോഴും സെയിം ആയിരിക്കും. അപ്പോൾ നിങ്ങൾ കാൽക്കുലേഷനിൽ ഇവിടെ 20 കിട്ടിയാൽ ഇവിടെ 20 എഴുതാം, ഇവിടെ 50 കിട്ടിയാൽ ഇവിടെ 50 വേഗം എഴുതിക്കും, സമയമൊന്നും കളയണ്ട. ഓക്കെ, അപ്പോൾ ഈ മെത്തേഡിൽ നിങ്ങൾ സ്ക്വയർ കണ്ടുപിടിക്കാൻ പഠിക്കണം. ടെക്സ്റ്റ് ബുക്കിൽ കുറേ എക്സാമ്പിൾസ് ഉണ്ട്. നോക്കിയതാ, നിങ്ങൾ 11, 12, 13 ഒക്കെ കാണിച്ചിട്ടുണ്ട്. നമ്മൾ അതുക്കും മേലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പോട്ടെ. ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പോകും. അപ്പോൾ നോക്കിയാൽ 21, 22, 23 വരെ ഇവിടെ കാണിച്ചു. നമ്മൾ 24 കണ്ടുപിടിക്കാൻ പോകും. നമ്മൾ 24ന്റെ സ്ക്വയർ 24 എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുക? ഇഷ്ടമുള്ള നമ്പർ വിച്ച് ഈസ് 20 + 4. 20 + 4 ആണ് 24. അപ്പം നമ്മൾ പെട്ടി വരയ്ക്കുന്നു. ഓക്കെ, ഇവിടെ 20 എഴുതുന്നു. ശരാ
ഇവിടെ 20 എഴുതുന്നു, ഇവിടെ 4 എഴുതുന്നു, ഇവിടെ 20 എഴുതുന്നു, 4 എഴുതുന്നു. ഈ ബോക്സ് എന്താ 20 × 20, ആ 2 2 മൾട്ടിപ്ലൈ ചെയ്താൽ 4 0 0 2 0 2 0 4 × 20 4 × 2 8 ആണ്, പിന്നെ ഒരു 0 80. ഇനി ഒന്നും നോക്കുന്നില്ല, ഇവിടെ സെയിം നമ്പർ എഴുതുന്നു. ഈ രണ്ട് നമ്പർ സെയിം ആയിരിക്കും എപ്പോഴും. ലാസ്റ്റ് നമ്പർ എന്താ കണ്ടുപിടിക്കേണ്ടത്? 4 × 4 16. 4 × 4 16. എല്ലാവരും കൂടെ ആഡ് ചെയ്ത് എന്താ ആൻസർ കിട്ടുക? 400ഉം 80 കൂട്ടിയാൽ 480. 80ഉം 16ഉം കൂട്ടിയാൽ 96. ഇവിടെ 0 + 6 6. 8 + 9 17. 1 ക്യാരി. ഞാൻ ഈ 9ൻ്റെ കൂടെ തന്നെ ആഡ് ചെയ്ത് പോയി. അതല്ലെങ്കിൽ 24² എത്ര വലുതാവില്ലല്ലോ. ഓക്കെ, 4 + ഒന്നുമില്ല, 4ൻ്റെ കൂടെ 1 ആഡ് ചെയ്താൽ 576. ഓക്കെ, 576. ഓക്കെ, 576. ഓക്കെ, റെഡി? അടുത്ത ക്വസ്റ്റ്യൻസ് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. ടെക്സ്റ്റ് ബുക്കിൽ ഇത്രയും ക്വസ്റ്റ്യൻസ് തന്നു. നമ്മൾ റാപ്പിഡ് ഫയർ ആയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നു. ഓക്കെ, ഇവിടെ 47ൻ്റെ സ്ക്വയർ എടുക്കാം. ഓക്കെ, 47ൻ്റെ സ്ക്വയർ നമ്മൾ 40 + 7 the whole square. 40 + 7, 40 പ്ലസ് ഒരു നമ്പർ. 40 എന്ന് പറയുമ്പോൾ നല്ല നമ്പറാണ്, 50 നല്ല നമ്പറാണ്, 60 നല്ല നമ്പറാണ്, ആ 10ൻ്റെ മൾട്ടിപ്പിൾസ് ഒക്കെ നല്ല നമ്പറാണ്. ഓക്കെ, വേഗം എഴുതുക. പെട്ടി 47. എന്താ ചെയ്യുക? 40 × 40. ഈ പെട്ടി എന്താ ചെയ്യുക? സിമ്പിൾ. 40 × 40 സിമ്പിളാണ്. 4 × 4 എത്രയാ? 16. 2 0 ബാക്കിയില്ലേ? ആ 2 0 എഴുതുക. ഓക്കെ, 7 × 40. അവിടെ 7 × 4 എത്രയാ? 28. ഒരു 0 ബാക്കിയപ്പോൾ 0 ഇട്ടോ. ഇവിടെ സെയിം നമ്പർ, ഒന്നും നോക്കണ്ട, 280. ലാസ്റ്റ് എത്രയാ? 7 × 7 49. ഓക്കെ, 7 × 7 49. ഇതെല്ലാം കൂടി കൂട്ടുമ്പോൾ എത്ര കിട്ടും? ഇവിടെ ഒരു സെപ്പറേറ്റ് പെട്ടി. 1600 + 280. 80 ഇവിടെ വന്നു, 1880. 280 ഉം 49ഉം ആഡ് ചെയ്യുമ്പം ക്യാരി ഓവർ വരും. 9 ഈ 4ഉം ഇതും കൂട്ടുമ്പോൾ 12. 1 ക്യാരി 329. ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ എത്ര വരിക? 9. ഓക്കെ, 9. ഇവിടെ 9 വന്നു. 8 + 2 10 വന്നു. 1 ക്യാരി. 1 + 8 9. 9 + 3 12 + 1 ക്യാരി. 1 + 1 2. അപ്പോൾ 2209. ഇനി ഒന്ന് എപ്പോഴും ഒരു ഏകദേശം കണക്കെടുക്കാൻ നോക്കിയേ മക്കളെ. 47 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 50 സ്ക്വയർ താഴെ, വിച്ച് ഇസ് 2500 താഴെ. ശരിയാ, അപ്പോൾ ഏകദേശം കറക്റ്റാണ്. അവസാനത്തെ നമ്പർ 7ൻ്റെ സ്ക്വയർ ആകുമ്പോൾ 9 ആ വരിക. അപ്പം 2209. ഇതേപോലെ ഏത് ക്വസ്റ്റ്യൻ വന്നാലും പ്രാക്ടീസ് ചെയ്യണം. ഏത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണം. ഓക്കെ, ഇനി സർ എക്സാമിൽ എങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വരാൻ നിങ്ങൾ ചോദിച്ചാൽ ഇതുപോലെ ഏകദേശം ഉണ്ടാവും. ഇതൊരു എക്സാം ക്വസ്റ്റ്യൻ ആണ്, പഠിക്കണം. അപ്പം നമ്മൾ പഠിച്ച മെത്തേഡ് ഇത് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വെച്ചാൽ നമ്മൾ ആൻസർ ചെയ്യണം. സം നമ്പേഴ്സ് ആർ ഗിവൺ ബിലോ ടു കാൽക്കുലേറ്റ് ദ സ്ക്വയർ ഓഫ് എ 2 ഡിജിറ്റ് നമ്പർ. ഒരു 2 അക്ക സംഖ്യയുടെ വർഗം കാൽക്കുലേറ്റ് ചെയ്യാനുള്ള പെട്ടികൾ തന്നിട്ടുണ്ട്. ഓക്കെ, ഒരു പെർട്ടിക്കുലർ മെത്തേഡിലാന്ന് പറഞ്ഞു. ഓക്കെ, റൈറ്റ് ദ നമ്പേഴ്സ് ABCD കണ്ടുപിടിക്കണം. ഓക്കെ, നമുക്കറിയാം ഇവിടെ 40 എന്തോ നമുക്കറിയാം. ഈ ബിയും സെയിം ആണ്. നമുക്ക് വേറൊരു ക്ലൂ അറിയാം, ഈ നമ്പറും സെയിം ആണ്. ഓക്കെ, ആകെ കണ്ടുപിടിക്കാനുള്ള വരാം. അപ്പോൾ നോക്കിയേ മക്കളെ, 1600 എന്ന് പറയുമ്പോൾ മക്കളെ ഇവിടെ 40 ആണെങ്കിൽ ഇവിടെയും 40 അല്ലേ? നമ്മുടെ ട്രിക്ക് വരെയൊക്കെ ഇതും സെയിം നമ്പറായി വരിക അല്ലേ? നിങ്ങൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കിയാൽ മനസ്സിലാവുന്നതാ. ഇവിടെ നോക്കിയേ 40 അല്ലേ? സെയിം നമ്പറാണ് വരിക. അപ്പം നമ്മൾ ആ നമ്പർ വേഗം കോപ്പി അടിച്ചേ. എന്താണ് A എന്ന് പറഞ്ഞാൽ വേഗം തന്നെ കിട്ടി 40. B എന്ന് പറയുമ്പോൾ എന്താണ്? ഈ ബിയും മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് B² ആണ് 36. മക്കളെ, B² 36 ആണെങ്കിൽ B എന്താണ്? B ഈസ് വെരി സിമ്പിൾ. 36 ആരുടെ സ്ക്വയർ ആണ്? 6ൻ്റെ 6. അപ്പോൾ B നമുക്ക് കിട്ടി 6. അപ്പം ഇനി ഭയങ്കര സിമ്പിളാണ്. ഈ B നോക്കിയേ, ഇവൻ 6 ആണ്, ഇവൻ 40 ആണ്. ഈ പെട്ടി എന്താ? ഈ പെട്ടി എന്ന് പറഞ്ഞാൽ ഇവരെ മൾട്ടിപ്പിൾ ആണ്, ഇതും. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ വരിക? ഈ 6ഉം 40 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുക 6 × 4 24. ഒരു 0 ഇടാം. സിയും ഡിയും രണ്ടും എന്താണ്? 240. സിയും ഡിയും സെയിം ആണ്, 240. അപ്പം നോക്കിയേ, റൈറ്റ് ദ നമ്പേഴ്സ് ABCD കഴിഞ്ഞു. ദ സ്ക്വയർ ഓഫ് വിച്ച് നമ്പർ ഇസ് കാൽക്കുലേറ്റഡ്? ഏത് നമ്പറിനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഇവിടെ ആരുടെ സ്ക്വയറാ? 40ഉം 6ഉം കൂട്ടിയാൽ 46ൻ്റെ സ്ക്വയർ ആണ് കാൽക്കുലേറ്റഡ്. B ക്വസ്റ്റ്യൻ ആൻസർ 46. ഓക്കെ, C ക്വസ്റ്റ്യൻ ആൻസർ എന്താ? വാട്ട് ഈസ് ദ സ്ക്വയർ ഓഫ് ദ നമ്പർ? ഈ സ്ക്വയർ കണ്ടുപിടിക്കണം. ഓക്കെ, സ്ക്വയർ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ആ പണി തന്നിരിക്കുക അല്ലേ? ഓക്കെ, 47 വരെ നമ്മൾ കണ്ടുപിടിച്ച് 46 കണ്ടുപിടിക്കുക. ഇതെല്ലാം കൂടി ആഡ് ചെയ്യും. 1600 പ്ലസ് ഈ 240. അപ്പോൾ പറയാം 1840. ഞാൻ എന്താ ഇവരെ കാൽക്കുലേറ്റ് ചെയ്തു. ഇനി എന്താ ഇവിടെ 240 വരും കേട്ടോ. ഇവൻ 240 ആണ്, പ്ലസ് 36. ഓക്കെ,
അപ്പോൾ എത്ര 36 ഇതും കൂട്ടുമ്പോൾ 276. ഇനി ഇവർ രണ്ടാളും കൂടെ ആഡ് ചെയ്തോ. ബാ 6ഉം 0ഉം 6, 4ഉം 7ഉം 11, 1 ക്യാരി, 8ഉം 2ഉം 10ഉം +1 11, 1 ക്യാരി, 2116. എത്ര കിട്ടുന്നത്? 2116 ആണ് നമ്മളെ കാൽക്കുലേറ്റ് ചെയ്യുന്ന നമ്പറിൻ്റെ സ്ക്വയർ. വാട്ട് ഈസ് ദ സ്ക്വയർ? 2116. ആരുടെ സ്ക്വയർ? 46ന്റെ സ്ക്വയർ. ഇത് ആൻസർ ചെയ്യാൻ പറ്റിയാൽ ഈസി. ഇതും കൂടി നോക്കിയേ, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. ഞാൻ പറഞ്ഞില്ലേ എക്സാമിന്റെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് അതേപോലെ വരും. ഓക്കെ, ഫൈൻഡ് ദ മിസ്സിംഗ് നമ്പർ ഇൻ ദ ഗിവൺ ടേബിൾ ബിലോ. ഇവിടെ ടേബിൾ എന്നിട്ട് എന്താണെന്നൊന്നും പറഞ്ഞില്ല. ഈ ചാപ്റ്റർ പഠിച്ച ഒരാൾക്ക് മാത്രമേ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഇത് കണ്ടവർക്ക് അത് ചെയ്യാൻ പറ്റുള്ളൂ. നോക്കിയേ 20 20 400, 4 × 20 കിട്ടി, 4 × 20 കിട്ടി. ഓക്കെ, ഇവിടെ എന്താ വരിക? ഇവിടെ വളരെ സിമ്പിൾ. 4 × 4, 4 × 4 എത്രയാ? 16. ഓക്കെ, അപ്പോൾ ഈ മെത്തേഡ് പഠിച്ചവർക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. വെരി ഈസി. അപ്പം ഇയാൾ നമുക്ക് കിട്ടിയിരിക്കുന്നു. ഇനി മക്കളെ ഈ ചാപ്റ്ററിൽ പറയുന്ന വളരെ സിമ്പിൾ കാര്യമാണ്. ഇവർക്ക് ഡെസിമൽ നമ്പേഴ്സ് വന്നാൽ എങ്ങനെ ചെയ്യും? ഡെസിമൽ വന്നാൽ എങ്ങനെ ചെയ്യും? ഫോർ എക്സാമ്പിൾ ഇത്രേ ഉള്ളൂ. ഇതും കൂടി പഠിച്ചാൽ കഴിഞ്ഞു. 8.7 അല്ല, നമുക്ക് കുറച്ചുകൂടി സിമ്പിൾ എടുക്കാം. 2.3 വന്നാൽ എങ്ങനെ ചെയ്യും? വെരി ഈസി. 2.3 ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്താ? 2 നമ്പറായിട്ട് എടുക്കുക. 2 ഒരു നല്ല നമ്പറാണ്. 0.3 പോയിന്റ് നമുക്ക് ഇഷ്ടമല്ല. അപ്പോൾ 0.3 നമ്മൾ മാറ്റി വെക്കുന്നു. 0.3 ഹോൾ സ്ക്വയർ എടുക്കുന്നു. സി, നമ്മുടെ പെട്ടി മെത്തേഡ്, ബോക്സ് മെത്തേഡ്, റെക്റ്റാങ്കിൾ മെത്തേഡ് എങ്ങനെ വിളിച്ച് 2ഉം 0.3, 2ഉം 0.3 അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ആൻസർ കിട്ടും. ദിസ് ഇസ് മെത്തേഡ് 1. ഇത് ചെയ്യുമ്പോൾ എന്താ ആൻസർ കിട്ടുക? 2ഉം 2ഉം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4. വെരി സിമ്പിൾ. ഇനി നോക്കിയേ 2ഉം 0.3, 2ഉം 3 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്രയാണ്? 6. ശരി, പോയിന്റ് ഉള്ളതുകൊണ്ട് നമ്മുടെ ആൻസറിൽ ഒരു പോയിന്റ്. ഓക്കെ, ഇവിടെയും 0.6. ഇത് നോക്കിയേ 0.3ഉം 0.3 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് ചെയ്യണം. 3ഉം 3 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 9. പക്ഷേ ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്, ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്. അപ്പോൾ 2 പോയിന്റ് കഴിഞ്ഞ് 2 നമ്പർ വേണം. അപ്പം 0.9 പോരാ, ഒരാളല്ല 2. അപ്പം 0.09, 0.09. ഇനി എല്ലാവരും കൂടി ആഡ് ചെയ്തോ. ഇവിടെ 4.6 മേലെ വരും, താഴെ 0.69 വരും. ഇവരെല്ലാവരും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? 9, 12, 1 ക്യാരി 5.29 കിട്ടും. ഇത് കിട്ടും. ഈ മെത്തേഡ് പഠിച്ചിരിക്കണം. ഡോട്ടുള്ള നമ്പർ ആയാലും ഡോട്ടില്ലാത്തതാണെങ്കിലും വിഷയമില്ല. ഇതാണ് നമ്മുടെ ചാപ്റ്ററിലെ എൻഡിങ്, ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട്. നമ്മൾ പഠിക്കേണ്ട ലാസ്റ്റ് ഫോർമുല ഇത്. അപ്പം ചിലപ്പോൾ ക്വസ്റ്റ്യൻ ഈ രീതിയിൽ ആൻസർ ചെയ്യാൻ പറയും. a plus b the whole square. എന്താണ് a plus b the whole square എന്ന് പറയുമ്പോൾ എന്താ? a square plus 2ab plus b square. എന്താ? a square plus 2ab plus b square. സി, ഇത് നേരെ എക്സാമിന് അങ്ങനെ തന്നെ ചോദിക്കുക. ഇപ്പോൾ ഈ ഫോർമുല ബൈ ഹാർട്ട് ചെയ്തിരിക്കുന്ന ഒരു എക്സ്ക്യൂസ് ഇല്ല, പഠിച്ചോളൂ. നോക്കിയാൽ എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റനാണ്. നോക്കിയാൽ x² + y² + 2xy. എക്സും വൈ ആയതുകൊണ്ട് കുഴപ്പമില്ല. ഇവിടെ ഓർഡർ x² + y² + 2xy ആയതുകൊണ്ട് കുഴപ്പമില്ല. അത് ഉപയോഗിച്ചിട്ട് 101ന്റെ സ്ക്വയർ കണ്ടുപിടിക്കാൻ പറഞ്ഞു. ഇത് ഉപയോഗിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ എത്രയാ? നമ്മൾ 101ന്റെ സ്ക്വയർ നമ്മൾ നല്ലൊരു നമ്പറായ 100 + 1ന്റെ സ്ക്വയർ ആയിട്ട് എടുക്കണം. അപ്പോൾ എന്താ ചെയ്യുക? ആദ്യം ഫസ്റ്റ് നമ്പറിൻ്റെ സ്ക്വയർ എടുക്കുക. a² + 2ab എഴുതാൻ നല്ലത്. അപ്പം എന്താ? 2 × ഫസ്റ്റ് നമ്പർ ഇൻറ്റു സെക്കൻഡ് നമ്പർ പ്ലസ് രണ്ടാമത്തെ നമ്പറിൻ്റെ സ്ക്വയർ. a² + 2ab + b². അപ്പോൾ ഇവിടെ നോക്കിയേ 100 × 100 ഭയങ്കര സിമ്പിളാട്ടോ. 2 പൂജ്യമുള്ള നമ്പർ സ്ക്വയർ ചെയ്യുമ്പോൾ 4 പൂജ്യം. അപ്പോൾ 1 എഴുതുക. 1 2 3 4. ഓക്കെ, അവിടെ 2 × 100 എത്ര? 200. ഓക്കെ ഓക്കെ, പിന്നെ എത്ര? 1ന്റെ സ്ക്വയർ എത്ര? 1. അപ്പോൾ ഇതെല്ലാവരും കൂടി ആഡ് ചെയ്ത് എത്ര കിട്ടുക? 10201. ഇത്രയുള്ള സംഭവം, സിമ്പിൾ സംഭവമാണ്. അതാണ് ഈ മെത്തേഡ് ഉപയോഗിച്ച് കണ്ടുപിടിക്കാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇത് തന്നെ കണ്ടുപിടിക്കണം. ഇതിനെക്കാട്ട് രസം എന്താണ്? ഇതിനെക്കാട്ട് രസം എന്താ? ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് പോലെ ക്വസ്റ്റ്യൻ. നോക്കിയാൽ x + y the whole square ചോദിക്കും. അപ്പോൾ നോക്കിയാൽ x², 2xy ഇവിടെ ഇല്ല, +y². ആ 2xy ഫിൽ ചെയ്ത് കൊടുക്കും മക്കളെ. 2xy. അതേ മെത്തേഡ് ഉപയോഗിച്ചിട്ട് ഇതും കൂടി ആൻസർ ചെയ്ത് 21² എന്ന് പറയുമ്പോൾ ഇവിടെ 400 + 1. അപ്പം എന്താ അവർ ഉദ്ദേശിക്കുന്നത്? 21² 20 + 1² എഴുതി. അങ്ങനെ പറയുമ്പോൾ എന്താ? a² + 2 × a × b + b², 2ab. അപ്പം ഇവിടെ നോക്കിയാൽ ശരിയാണല്ലോ. 20² 400, 1² 1. ഇവിടെ എത്രയാ? നടുക്കത്തെ ബ്രാക്കറ്റിൽ എത്ര ഫിൽ? 2 × 20 which is 40. അപ്പോൾ 400 + 40 + ഈ നിങ്ങൾ ആൻസർ എഴുതിയോണ്ട് കാര്യമില്ല. 21² എഴുതിയോണ്ട് കാര്യമില്ല. ആൻസർ ആ 40 ഫില്ല് ചെയ്യണം. ബ്രാക്കറ്റില്ല, ബ്ലാങ്ക് ഫില്ല് ചെയ്യണം. ഇതേ മെത്തേഡ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ടോട്ടൽ നമ്പർ കണ്ടുപിടിക്കാൻ പറ്റും. 15.7
ഓക്കെ 15.7 ആണെന്ന് വിചാരിച്ചോ. നിങ്ങൾ എന്ത് ചെയ്യണം? സി സിമ്പിൾ 15.7 ദ ഹോൾ സ്ക്വയർ വിച്ച് ഇസ് 15 പ്ലസ് 0.7 ദ ഹോൾ സ്ക്വയർ. അപ്പോൾ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഓർത്തെ, എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്താണ്? എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. ഓക്കെ, ഇതും കൂടി ചെയ്താൽ ചാപ്റ്റർ ഇസ് ഡൺ. അപ്പോൾ എത്ര? 15 സ്ക്വയർ ഓക്കെ പ്ലസ് 2 ഇൻറ്റു 15 ഇൻറ്റു 0.7 പ്ലസ് 0.7 ഹോൾ സ്ക്വയർ. ഓക്കെ, അപ്പോൾ എന്താ വരിക? 15 സ്ക്വയർ അറിയുന്നവർക്കറിയാം 225. ഓക്കെ, പ്ലസ് ഇവിടെ നോക്കിയേ 2 ഇൻറ്റു 15 ഇൻറ്റു 0.7. എൻ്റെ അമ്മോ, 2 ഇൻറ്റു 15 അതെന്നെ എത്രയാണ്? 30. ഓക്കെ 30. ഇനി ഈ 30 ഇൻറ്റു 0.7. ഓഫ്, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫസ്റ്റ് തന്നെ പറഞ്ഞു ചെയ്യാം. ഇവിടെ ഒരു 0 ഉണ്ട്, ഇവിടെ ഒരു ഡോട്ടുള്ള നമ്പർ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? സി ഇങ്ങനെ ഒരു പരിപാടി 30 ഇൻറ്റു 0.7. ഓക്കെ, സി 3 ഇൻറ്റു 10 അല്ലേ 30. 0.7 എന്ന് പറയുമ്പോൾ 7/10 ആണല്ലോ അല്ലേ? ഇത് ഓക്കെ, അത് ക്ലിയർ ആണല്ലോ. ഈ 10ഉം 10ഉം കട്ട് എന്താ? 3 ഇൻറ്റു 7. 3 ഇൻറ്റു 7 പണി സിമ്പിൾ 21. അപ്പോൾ 2 ഇൻറ്റു 15 ഇൻറ്റു 0.7 എന്ന് പറഞ്ഞാൽ 21 ആണ്. അപ്പോൾ സിമ്പിളായി. ഓക്കെ, 21 പ്ലസ് ഇവിടെ സൂക്ഷിക്കണം 7ൻ്റെ സ്ക്വയർ എല്ലാവർക്കും അറിയാം 49. കുഴപ്പമില്ല. ഡോട്ട് ഒരെണ്ണുണ്ട്, ഒരു ഡോട്ടുള്ള നമ്പർ സ്ക്വയർ ചെയ്യുമ്പോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ 0.7 ഇൻറ്റു 0.7. അപ്പോൾ 2 ആൾക്കാരായിട്ടോ ഡോട്ട് ചെയ്യുന്നുണ്ട്. ഇതാണ് ആൻസർ. ഇനി ഫൈനൽ ആൻസർ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഫൈനൽ ആൻസർ കമൻറ്റ് ചെയ്യുക. അതോടെ ഈ ചാപ്റ്റർ കഴിഞ്ഞു. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ സ്ക്വയർസ് നമ്മൾ എല്ലാ ടൈപ്പ് സാധനങ്ങളും പഠിച്ചു കഴിഞ്ഞു. അത് നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ഫസ്റ്റ് ചാപ്റ്റർ ക്ലിയർ ആയല്ലോ.